കായംകുളം കായലിൽ കാലും കൈയും കെട്ടിയിട്ട നിലയിൽ സ്ത്രീയുടെ മൃതദേഹം കണ്ടെത്തിയിരിക്കുകയാണ്. കനകക്കുന്ന് നിന്ന് 2 ദിവസം മുൻപ് കാണാതായ 80-കാരി തങ്കമ്മയുടെ മൃതദേഹമാണ് കണ്ടെത്തിയത്. കല്ലുപയോഗിച്ചാണ് മൃതദേഹം കെട്ടിത്താഴ്ത്തിയിരിക്കുന്നത്. സുദിഷ ധർമ്മനാണ് വിവരങ്ങളുമായി ചേരുന്നത്. സുദിഷ, ഞെട്ടിപ്പിക്കുന്ന വാർത്തയാണ്. ഈ മൃതദേഹം കണ്ടെത്തിയ സാഹചര്യമടക്കം പരിശോധിച്ച് കൊലപാതകം എന്നാണ് പ്രാഥമികമായി സംശയിക്കുന്നത്. പോലീസിൽ നിന്ന് കിട്ടുന്ന വിവരങ്ങൾ എങ്ങനെയാണ്? നിമ്മി, കൊലപാതകം എന്ന സംശയത്തിൽ തന്നെയാണ് പോലീസ് ഉള്ളത്. പോലീസ് ഏതാണ്ട് അത് ഉറപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. 2 ദിവസം മുൻപാണ് ഈ കനകക്കുന്ന് സ്വദേശിയായിട്ടുള്ള തങ്കമ്മയെ കാണാതാക്കുന്നത്. 80-കാരി തങ്കമ്മ വീട്ടിൽ ഒറ്റയ്ക്കാണ് താമസിക്കുന്നത്. മകൻ കുടുംബവുമായി മറ്റൊരു വീട്ടിലാണ് താമസിക്കുന്നത്. മകളും വിവാഹം കഴിച്ച് അയച്ച വീട്ടിലാണ് താമസിക്കുന്നത്. കഴിഞ്ഞ 2 ദിവസമായി തങ്കമ്മയെ കാണാനില്ല. നാട്ടുകാർ മകളെ വിവരം അറിയിച്ചിരുന്നു. മകൾ കഴിഞ്ഞ ദിവസം ഇന്നലെ വീട്ടിലെത്തി പരിശോധിച്ചു. വൈകിട്ടായിട്ടും ഒരു തരത്തിലുള്ള വിവരവും തങ്കമ്മയെ കുറിച്ചില്ല. തുടർന്ന് കനകക്കുന്ന് പോലീസ് സ്റ്റേഷനിലെത്തി അമ്മയെ കാണാനില്ല എന്ന പരാതി നൽകുകയും പോലീസ് കേസെടുക്കുകയും അന്വേഷണം ആരംഭിക്കുകയും ചെയ്തിരുന്നു. ഈ തെരച്ചിൽ നടക്കുന്നതിനിടെയാണ് ഇന്ന് രാവിലെ മീൻ പിടിക്കാൻ പോയ മത്സ്യത്തൊഴിലാളികൾ കായലിന് നടുവിൽ മൃതദേഹം കണ്ടെത്തുന്നത്. തുടർന്ന് പോലീസിനെയും ഫയർഫോഴ്സിനെയും ഒക്കെ തന്നെ വിവരം അറിയിക്കുകയായിരുന്നു. പോലീസ് എത്തി പരിശോധിച്ചപ്പോൾ കൈയും കാലും കെട്ടിയ നിലയിലാണ് ഈ മൃതദേഹം ഉള്ളത്. മാത്രവുമല്ല, ഈ മൃതദേഹം മറ്റൊരു കല്ലിൽ കെട്ടി ഇട്ടിട്ടുമുണ്ട്. അപ്പോൾ കൊലപാതകം നടത്തി കായലിൽ മൃതദേഹം കെട്ടി താഴ്ത്തുന്നതിനുള്ള ശ്രമമാണ് നടന്നത് എന്നുള്ളതാണ് പോലീസ് പ്രാഥമികമായി മനസ്സിലാക്കുന്നത്. പോലീസിന്റെ പ്രാഥമിക നിഗമനം അതുതന്നെയാണ്. ഇനി ഏതെങ്കിലും തരത്തിൽ എന്തിനു വേണ്ടിയുള്ള കൊലപാതകമാണ്, ആരാണ് എന്നതിലേക്കൊക്കെ തന്നെ ഇനി അന്വേഷണം എത്തേണ്ടതായിട്ടുണ്ട്. ഈ സ്ത്രീയുടെ മൃതദേഹത്തിൽ ഏതെങ്കിലും തരത്തിൽ ആഭരണങ്ങൾ ഒന്നും തന്നെ ഇല്ല എന്ന് പോലീസ് പ്രാഥമികമായി തന്നെ നടത്തിയ പരിശോധനയിൽ മനസ്സിലാക്കുന്നുണ്ട്. ഏതെങ്കിലും തരത്തിൽ മോഷണ ശ്രമവുമായി ബന്ധപ്പെട്ടാണോ ഒരു കൊലപാതകം എന്ന സംശയവും പോലീസിനുണ്ട്. ഏതായാലും മൃതദേഹം കരയ്ക്ക് എത്തിക്കുന്നതിനുള്ള നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. അല്പസമയത്തിനകം തന്നെ മൃതദേഹം കരയ്ക്കടുപ്പിച്ച് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റും. പോസ്റ്റ്മോർട്ടത്തിന് ശേഷമായിരിക്കും കൊലപാതകം എന്താണ് മരണകാരണം എന്ന കാര്യത്തിൽ ഒരു വ്യക്തത വരിക. ഏതായാലും സമീപത്തുള്ള പ്രദേശത്ത് തന്നെയാണോ മൃതദേഹം കണ്ടെത്തിയിരിക്കുന്നത്? അതെ നിമി, ഈ ജെട്ടിക്ക് സമീപമാണ് ഇവരുടെ വീടുള്ളത്. പക്ഷെ കായലിന് നടുവിലേക്കാണ് മൃതദേഹം ഉള്ളത്. അതുകൊണ്ട് തന്നെ സംശയങ്ങൾ ഒരുപാട് ബാക്കിയാണ്. എവിടെ വെച്ചാണ് കൊലപാതകം നടന്നത്? വീട്ടിൽ ഏതെങ്കിലും തരത്തിൽ എന്തെങ്കിലും അക്രമം നടന്നതിന്റെ സൂചനകളില്ല. മകൾ വന്ന് നോക്കിയപ്പോഴടക്കം വീടിന്റെ വാതിൽ തുറന്നിരിക്കുന്നതായാണ് കണ്ടത്. അപ്പോൾ പുറത്ത് വെച്ചാണോ അകത്ത് വെച്ചാണോ കൊലപാതകം നടന്നത്? മറ്റെവിടെയെങ്കിലും വെച്ചാണോ തട്ടിക്കൊണ്ടുപോയ ശേഷമാണോ കൊലപാതകം, അല്ലെങ്കിൽ ഈ പരിസരത്ത് വെച്ച് തന്നെയാണോ എന്നതുൾപ്പെടെയുള്ള നിരവധി ചോദ്യങ്ങൾ ബാക്കിയുണ്ട്. പോലീസ് ഏതായാലും സംഭവത്തിൽ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. വീട്ടിൽ ഏതെങ്കിലും തരത്തിൽ ബലപ്രയോഗം നടന്നതിന്റെ ലക്ഷണങ്ങൾ ഇല്ല എന്നുള്ളതാണ് പ്രാഥമികമായി പോലീസിന് ലഭിച്ചിട്ടുള്ള വിവരം. ഏതായാലും സമീപവാസികളെ അടക്കം ചോദ്യം ചെയ്യുന്നുണ്ട്. ഈ തങ്കമ്മ എന്ന് പറയുന്ന സ്ത്രീ അവർ വീട്ടിൽ ഒറ്റയ്ക്കായതുകൊണ്ട് തന്നെ സമീപത്തെ കടകളിലൊക്കെ തന്നെ സ്ഥിരമായി വരികയും ജെട്ടിയിൽ എത്തുന്ന ആളുകളോടൊക്കെ തന്നെ സംസാരിക്കുകയും മീൻ വാങ്ങാനൊക്കെ തന്നെ എത്തുന്നതും ഒക്കെയാണ്. പക്ഷെ അത്തരത്തിൽ ഇവരെ കുറിച്ച് 2 ദിവസമായി യാതൊരു വിധത്തിലുള്ള വിവരവുമില്ല. സ്വാഭാവികമായും ആരാണ് ഏറ്റവും ഒടുവിൽ ഇവരെ കണ്ടത്, എവിടെ വെച്ചാണ് കണ്ടത് എന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ നാട്ടുകാരിൽ നിന്ന് മൊഴി ശേഖരിക്കുന്നതിനടക്കമുള്ള നടപടികളിലേക്ക് പോലീസ് കടക്കുകയാണ്. ശരി സുദിഷ, ഞെട്ടിപ്പിക്കുന്ന വാർത്തയാണ് കായംകുളത്ത് നിന്ന് വരുന്നത്. കായലിൽ കൈയും കാലും കെട്ടിയിട്ട നിലയിലാണ് സ്ത്രീയുടെ മൃതദേഹം. കൊലപാതകമെന്നാണ് സംശയിക്കുന്നത്.